അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ വീണ്ടും തെള്ളിയൂർക്കാവിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വൃശ്ചികമാസം 1-ാം തീയതി തെള്ളിയൂർക്കാവിൽ വന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയതാണ്. അന്ന് നമുക്ക് ശബരിമലയ്ക്ക് എത്തുന്നത് പോകണമായിരുന്നു, മാല ഇടണമായിരുന്നു. നമ്മൾ തെള്ളിയൂർക്കാവ് ദൈവക്ഷേത്രത്തിൽ വന്നാണ് മാല ഇട്ടിട്ടത്. അതിനുശേഷം ശബരിമലയ്ക്ക് പോയി വന്നു. ഇനി നമ്മൾ വന്നേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണക്കസ്രാവ് മേടിക്കണം. അപ്പോൾ ഉണക്കസ്രാവ് മേടിക്കാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വീഡിയോയ്ക്ക് നല്ല സ്വീകരണമായിരുന്നു നമുക്ക് കിട്ടി കേട്ടോ. അപ്പം ഈ വീഡിയോയും അതുപോലെ തന്നെ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഇത് നേരെ ഉണക്കസ്രാവൊക്കെ മേടിക്കാം, നേരെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അങ്ങോട്ട് പോകാം അല്ലേ. അതാണ് കൂടെ പോകും. ഓവർ കഴിയാൻ പോലെ ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? കച്ചവടമൊക്കെ അടിപൊളി കച്ചവടമായി. ഇനി നമുക്ക് സാധനം ഏതാണ്ട് 3-4 കെട്ടും കൂടെ ഉള്ളു ഇനി വിൽക്കാനായിട്ട്. തീരാനുള്ളത് 3-4 കെട്ടേ ഉള്ള. ഇന്ന് വൈകുന്നേരം വരെ കൊടുക്കാനുള്ള ഞായറാഴ്ചയാണെന്ന് ഇന്നലെ ശനിയാഴ്ച പ്രതീക്ഷിക്കാത്ത കൂടുതൽ കച്ചവടം കിട്ടി. അതിന്റെ കാരണത്താൽ ഇന്ന് സാധനം കുറവാണ്. ഇന്ന് 4 മണിക്ക് മുമ്പ് തന്നെ നമ്മുടെ സാധനം തീരുമെന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് ആവശ്യക്കാര് എത്രയും പെട്ടെന്ന് തെള്ളൂർക്കാവിൽ എത്തിച്ചേറി സ്രാവുകൾ വാങ്ങിച്ചുകൊണ്ട് പോകണമെന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. അങ്ങനെ തെള്ളിയൂർക്കാവിൽ നിന്നും നമ്മളും 1 കിലോ പാൽസ്രാവ് മേടിച്ചിരിക്കുകയാണ്. 1 കിലോ പാൽസ്രാവിന് 400 രൂപ വില കൊടുത്താണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. വലിയ വിലയൊന്നും വില കേട്ടോ. ഉണക്കസ്രാവ് മാത്രമല്ല വേറെയും ഒരുപാട് ഉണക്കമീനുകൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ചെമ്മീനുണ്ട്, അയലയുണ്ട്, ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് എൻ്റെ പേരെന്ന് പോലും അറിയത്തില്ല. അതുപോലെ ഒരുപാട് ഉണക്കമീൻ ഐറ്റംസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഉണക്കച്ചെമ്മീൻ വേണമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ ഉണക്കച്ചെമ്മീൻ മേടിക്കേണ്ട വന്നിരിക്കുകയാണ്. 1 കിലോ ഉണക്കച്ചെമ്മീന് 150 രൂപ വിലയായിരുന്നു കേട്ടോ. അങ്ങനെ ഉണക്കമീനുമൊക്കെ മേടിച്ച് കഴിഞ്ഞു. ഇനി വീട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി ഒന്ന് ചുറ്റിയടിക്കണം. ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇനി കാണാനും കേൾക്കാനും ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഡിസംബർ 1-ാം തീയതി, അതായത് നാളെ കൂടി മാത്രമേ ഈ തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭം ഉണ്ടായിരിക്കുന്നുള്ളൂ എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്ന അറിവ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കും റാന്നിക്കും ഇടയിലുള്ള സ്ഥലമാണ് നമ്മുടെ ഈ തെള്ളിയൂർക്കാവ്. സമാപന ദിവസത്തോട് അടുത്തുകൊണ്ടായിരിക്കുക. ഇന്ന് ഞായറാഴ്ച ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.